ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ യോഗാദിന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഭീകരാക്രമണ വെല്ലുവിളികൾ പരിഗണിച്ച് കനത്ത സുരക്ഷാ സംവിധാനം ശ്രീനഗറിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഡൽഹിയിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, അതുപോലെ കോഴിക്കോട് ആശീർവാദ ലോൺസിൽ നിന്ന് ദീപക് തർമ്മടം എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആർ രാധാകൃഷ്ണൻ തൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് രാധാകൃഷ്ണൻ ഉള്ളത്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് ദീപക്. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഡൽഹിയിലും ഇന്ന് യോഗ കാര്യമായി കൊണ്ടാടുന്നല്ലോ. ആദ്യം പ്രധാനമന്ത്രിയിലേക്ക് പറയൂ. എസ് കെ, തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര യോഗാ ദിനം രാജ്യം വിപുലമായിട്ട് കൊണ്ടാടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ശ്രീനഗറിൽ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുമെങ്കിലും രാജ്യവ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ യോഗാ ദിന ആചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നിൽക്കുന്നത് എസ് കെന് അറിയാവുന്ന ഏറ്റവും ഡൽഹിയുടെ പ്രധാനപ്പെട്ട തൽക്കത്തോറ സ്റ്റേഡിയം എന്ന സ്ഥലത്താണ്. തൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ യോഗാ ദിനാചരണങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് യോഗാ ദിനാചരണങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സന്ദേശം, സമൂഹത്തിന് ഏറെ പ്രധാനപ്പെട്ട കാലിക പ്രസക്തിയുള്ള ഒരു സന്ദേശം, അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ യോഗാ ദിനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നത്. 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനം രാജ്യത്ത് വിപുലമായി ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഏറെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടത്തി വന്നിരുന്നത്. ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടികൾ ശ്രീനഗറിലാണ്. ഡൽഹി അടക്കമുള്ള എല്ലായിടങ്ങളിലും സംസ്ഥാന തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിപാടികൾ ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളാണ് ആ പരിപാടികൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന തലസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിലുള്ള യോഗാ പരിപാടികളും നടക്കുന്നുണ്ട്. ഒപ്പം ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ആഹ്വാനം പ്രകാരമുള്ള ഈ യോഗാ ദിന ആചരണ പരിപാടികളാണ് നടക്കുന്നത്. ജീവിതത്തിൽ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കുകയാണ് എല്ലാ വർഷവും ഈ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് വഴി നമ്മൾ ലക്ഷ്യം ഇടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 6:30 മണിയോടുകൂടി ഈ ശ്രീനഗറിലെ ഷേർ-ഇ കാശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടക്കുന്ന യോഗാ ദിനാചരണങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അല്പം സമയതാമസം ഉണ്ടാകുന്നുണ്ട്. അല്പസമയത്തിനകം ആ പരിപാടി നടക്കും. കശ്മീർ ഇത്തവണ ഈ യോഗാ ദിനാചരണങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീർ അവിടെയുള്ള ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന സന്ദേശം കൂടി പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗാ ദിനാചരണങ്ങൾ ജമ്മു കശ്മീരിൽ നടത്താനായിട്ട് തീരുമാനിക്കുകയും ശ്രീനഗർ അതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ യോഗാ ദിന ആചരണങ്ങൾക്ക് തുടർച്ചയായിട്ട് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി മടക്കി നൽകുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കും. അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടത്താനായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 160-ൽ പരം രാജ്യങ്ങളിലാണ് ഈ അന്താരാഷ്ട്ര യോഗ ദിനാചരണങ്ങൾ ഈ ദിവസം നടക്കുന്നത്. അങ്ങനെ വിപുലമായിട്ടുള്ള ആചരണ പരിപാടികളാണ് യോഗ ദിനത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത്. അതിന്റെ തുടക്ക സമയമാണ് ഇപ്പോൾ. പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തും. നമുക്ക് ആ ഘട്ടത്തിൽ അവിടേക്ക് മടങ്ങിയെത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത്.